നമസ്കാരം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കുമോ? ലോകം ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ ഈ നയതന്ത്രപരമായ നീക്കത്തിലേക്കാണ്. പണത്തിനു വേണ്ടി സ്വന്തം സൈന്യത്തെ വാടകയ്ക്ക് നൽകുവാൻ ഷെഹ്ബാസ് ഷെരീഫ് ഭരണകൂടം തയ്യാറാകുമോ? അതോ ആഭ്യന്തര പ്രക്ഷോഭത്തെ ഭയന്ന് പിന്മാറുമോ? ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതിനായി അമേരിക്കൻ സൈന്യത്തെ നേരിട്ടിറക്കാതെ മുസ്ലിം രാജ്യങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച് ഗാസയിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ട്രംപിന്റെ പ്ലാൻ. ഇവിടെയാണ് പാകിസ്ഥാന്റെ പ്രസക്തി. പണ്ട് മുതൽക്കേ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഇടങ്ങളിൽ പാക് സൈന്യം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ട്രംപ് വാഗ്ദാനം ചെയ്യുന്ന ഡോളറുകൾ വലിയൊരു ആശ്വാസമായേക്കാം. ഇതിനെ പേ ടു പ്ലേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശദീകരിക്കുന്നത്. പാകിസ്ഥാൻ ജനത വൈകാരികമായി പാലസ്തീനൊപ്പമാണ്. ഹമാസിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന് ഗുണകരമാകുന്ന തരത്തിൽ പാക് സൈന്യം ഗാസയിൽ ഇടപെട്ടാൽ രാജ്യത്തിനകത്ത് മതസംഘടനകൾ തെരുവിലിറങ്ങും. ഇത് ഷെരീഫ് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. ചൈനയും റഷ്യയും ട്രംപിന്റെ ഈ സമിതിയെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളിയായ ചൈനയെ പിണക്കി അമേരിക്കയുടെ പക്ഷം ചേരുന്നത് പാകിസ്ഥാന് വലിയ നയതന്ത്ര വെല്ലുവിളി ആകും. സൗദി അറേബ്യയും UAEയും സൈന്യത്തെ അയക്കുവാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. മറ്റ് രാജ്യങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ പാകിസ്ഥാൻ മാത്രം മുന്നോട്ട് വരുന്നത് ഇസ്ലാമിക ലോകത്ത് അവരെ ഒറ്റപ്പെടുത്താനും കാരണമാകാം. ഇതുപോലെ തന്നെ ട്രംപിന്റെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കി ഗാസയിൽ ഒരു ബഫർ സോൺ നിർമ്മിക്കുക എന്നതാണ്. പാക് സൈന്യം അതിന്റെ ഭാഗമായാൽ അത് പാലസ്തീൻ പോരാട്ടത്തെ വഞ്ചിക്കുന്നതിന് തുല്യമായി ചിത്രീകരിക്കപ്പെടും. പക്ഷേ IMF വായ്പയ്ക്കായി പാകിസ്ഥാൻ ഇപ്പോഴും അമേരിക്കയുടെ സഹായം തേടുന്നുണ്ട്. ട്രംപിന്റെ ഈ പദ്ധതിയോട് സഹകരിച്ചാൽ കൂടുതൽ സാമ്പത്തിക ഇളവുകൾ പാകിസ്ഥാന് ലഭിച്ചേക്കാം. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സുരക്ഷയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ഇമ്രാൻഖാൻ. ഖാന്റെ മോചനത്തിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തിയാൽ അത് ഷെരീഫ് സർക്കാരിന് പാക് സൈന്യത്തിനും വലിയ തിരിച്ചടിയാകും. ചുരുക്കത്തിൽ ട്രംപിന്റെ പുതിയ സഖ്യത്തിൽ ചേരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് കത്തിക്കരിഞ്ഞ കനലിൽ ചവിട്ടിയുന്നത് പോലെയാണ്. പണം വേണോ അതോ വിശ്വാസ്യത വേണോ എന്ന ധർമ്മസങ്കടത്തിലാണ് ഷെഹ്ബാസ് ഷെരീഫ്. ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കത്തിന്റെ ഓരോ ചലനവും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.